മാർച്ച് 10 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ യോഹന്നാൻ 8:1-11. കെണിയിൽ അകപ്പെടുത്താൻ വേണ്ടിയാണ് യഹൂദ പുരോഹിതരും ഫരീസേയരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിൻ്റെ സവിധത്തിൽ കൊണ്ടുവരുന്നത്. യേശു അവരോട് പറഞ്ഞു, കല്ലെറിഞ്ഞോളൂ. ആദ്യത്തെ കല്ലെറിയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവനാകട്ടെ. ആരെയും വിധിക്കുന്നതിനു മുമ്പ് സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണമെന്ന് ഈശോ പഠിപ്പിക്കുന്നു. വ്യഭിചാരിണിക്ക് ശിക്ഷ വിധിക്കാതിരുന്നതിലൂടെ യേശു അവളുടെ ജീവിതത്തിലേക്ക് പ്രകാശവും ജീവനും പകരുന്നുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവരുടെ കുറ്റങ്ങൾക്ക് മുമ്പിലും നിന്റെ പ്രതികരണം ഇതുതന്നെയായിരിക്കണം. ഞാനും നിന്നെ വിധിക്കുന്നില്ല. മറിച്ചാണെങ്കിൽ നമ്മുടെ വികലമായ വിധികൾ നമ്മുടെ പ്രിയപ്പെട്ടവരിലെ പ്രകാശം കെടുത്തിക്കളയും. അവളുടെ ഭൂതകാല പാപങ്ങൾക്ക് യേശു മാപ്പ് നൽകുന്നത് നിർമ്മലമായ ഭാവി ജീവിതം നയിക്കുവാനുള്ള അടിത്തറയായി മാറുന്നു. മാറ്റി നിർത്തപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുശൈലി നമുക്ക് സ്വന്തമാക്കാം. തെറ്റിൽപ്പെടുന്നവർക്കൊക്കെ തിരുത്താൻ ഒരവസരം നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തീയമാകുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.